പുരുഷ വേഷക്കാർക്ക് പ്രായം കൂടുന്തോറും സൗന്ദര്യവും ആകർഷണവും കൂടി വരും. പക്ഷെ സ്ത്രീ വേഷങ്ങൾക്ക് അങ്ങനെയല്ല. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ. കൂടിയാട്ടത്തിൻ്റെ ഒരുപാട് സ്വാധീനം നമുക്ക് കഥകളിയിൽ കാണാം. ഫലം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ അതിനോട് അറ്റാച്ച് ആവുന്നില്ല. More than anything else, I was very drawn to him. So I naturally had the opportunity to learn from him. I feel proud that I actually made it through all those struggles. I couldn't fit into that very conservative community. വെൽക്കം എവറിബഡി ടു ഐ ആം. ഇന്നത്തെ ഗസ്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ യൂഷ്വൽ ഗസ്റ്റിൽ നിന്നും സിനിമയിൽ നിന്നും മറ്റുള്ള ഏരിയാസിൽ നിന്നുള്ള തികച്ച് വ്യത്യസ്തമായ ഒരു ഗസ്റ്റാണ്. ഷീ ഈസ് എ ഡാൻസർ, ഷീ ഈസ് എ പ്രാക്ടീഷണർ ഓഫ് എ ട്രഡീഷണൽ ആർട്ട് ഫോം. 2000-ഓളം വർഷം പഴക്കമുള്ള ഒരു തിയേറ്റർ ഫോമിൻ്റെ പ്രാക്ടീഷണറാണ്. ആൻഡ് ദാറ്റ്സ് കപില വേണു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ക്ലോസ്ലി towards preserving and taking it forward. Nadana Kerali എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ദാറ്റ് ഈസ് നിയർ ഇരിഞ്ഞാലക്കുട. ഇറ്റ് ഈസ് എ റിസർച്ച് ആൻഡ് പെർഫോമിംഗ് സെൻറ്റർ ഫോർ ട്രഡീഷണൽ ആർട്സ്. അവിടുത്തെ ഡയറക്ടറും കൂടിയാണ്. ആൻഡ് ദാറ്റ് ഈസ് a place where you see a lot of art forms converging. മോഹിനിയാട്ടവും കൂടിയാട്ടവും ഒക്കെ എല്ലാം കൂടി ഒന്നിച്ച് വരുന്ന ഒരു സ്പേസാണ് അവിടെ. സോ ഐ ആം വെരി ഹാപ്പി ടു ഹാവ് കപില വിത്ത് മീ. കാരണം കപില has been on my radar, so to say, for a long time. ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന വർഷങ്ങളായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വായിക്കാറുണ്ട് when I see her beautiful work. And I'm so happy to have you here, Kapila. Thank you. I'm so happy to be here too. കപിലയുടെ പേരിൻ്റെ അർത്ഥം ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോൾ amongst many other versions of meanings, this is a word called gentle. Really? I didn't know that. അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിൾ ആശാൻ പറഞ്ഞതാണ്. ഞാൻ കപിലയുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഞാൻ എപ്പോഴും പിക്ചേഴ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തോന്നുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഇത്രയും മോഡേൺ ആയിട്ടുള്ള വളരെ ഹസിൽ ബസിലായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള നമുക്ക് നിന്ന് തിരിയാൻ നേരമില്ലാത്ത ഒരു സോഷ്യൽ മീഡിയയും നമ്മുടെ ഒരു വേൾഡിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സ്ലോ ലൈഫ്, ഒരു ട്രഡീഷണൽ ലൈഫ്, ഒരു എന്താ പറയുക, ക്ലോസ് ടു നേച്ചർ എന്ന രീതിയിലുള്ള ഒരു ജീവിത ശൈലിയും അത് ഓരോരോ പിക്ചറിൽ എനിക്ക് കാണാൻ പറ്റും, കപിലയുടെ പിക്ചേഴ്സ്. ആൻഡ് I give credit to your photographer husband for the love with which he looks at you through the lens. പക്ഷേ എന്നാലും അതാണ് എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ തട്ടുന്നത്. ഐ മീൻ, ഓഫ് കോഴ്സ് യുവർ എ ഡാൻസർ, അതൊക്കെ വേറെ കാര്യം. പക്ഷേ എനിക്ക് കപില എന്ന വ്യക്തിനെ ഞാൻ കാണുമ്പോൾ ഒരു വളരെ ഡിഫറെൻറ്റ് വേൾഡിൽ നിന്ന് വന്നിട്ട്, വിൽ ഗെറ്റ് ഇൻ ടു ദാറ്റ് ജേർണി ലേറ്റർ, ആൻഡ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഹൗ ട്രൂ ഇസ് ദാറ്റ്? Yes, ഞങ്ങളുടെ ജീവിതം in a sense we try to live as close to nature as possible, and that's something I've got from my father. എൻ്റെ അച്ഛൻ ആക്ച്വലി അച്ഛനാണ് വളരെ പ്രകൃതി സ്നേഹിയാണ്. മരങ്ങളൊന്നും വെട്ടാതെ പരമാവധി വീടിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിരിക്കും മാവും പ്ലാവും ഒക്കെ നിൽക്കണേ. പക്ഷേ അച്ഛനൊന്നും വെട്ടാൻ സമ്മതിക്കില്ല. പാമ്പുകളായാലും ജീവജാലങ്ങളായാലും ചെതലായാലും ചെലന്തി ആയാലും ഒക്കെ എല്ലാം ആക്ച്വലി പണ്ട് മുതലേ അച്ഛൻ്റെ ഒരു രീതി എല്ലാമായിട്ട് ഒരുമിച്ച് സഹവാസം എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ജീവിത സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് ശരിയാണ്. ട്രഡീഷണൽ ആണോ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആർട്ട് ഫോം വളരെ ട്രഡീഷണലാണ്. പക്ഷെ ഞങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ഒരു ഫാമിലി കൺസ്ട്രക്റ്റ് അല്ലെങ്കിൽ ഒരു ജീവിത ശൈലി അത്രമാത്രം ട്രഡീഷണൽ അല്ല, ഒട്ടും കൺവെൻഷണൽ അല്ല എന്ന് വേണം എനിക്ക് പറയാൻ. ബട്ട് യാ, ABCD ഓഫ് കൂടിയാട്ടം അറിയാത്തൊരു വ്യക്തിയാണ് മുന്നിലിരിക്കുന്നത്. ആൻഡ് എൻ്റെ ഓഡിയൻസിൽ പലരും എൻ്റെ സെയിം സിറ്റുവേഷൻ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്നെ പോലത്തെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വേറൊരു ലോകത്തിൽ നിന്ന് തന്നെ വരുന്ന ഒരു തിയേറ്റർ ഫോം എന്നാണല്ലോ പറഞ്ഞത്, വേറൊരു ലോകത്തിൽ നിന്ന് തന്നെ വരികയാണ്, നമ്മൾക്കൊരു ബന്ധവുമില്ലാത്തൊരു ലോകത്തിൽ നിന്ന് അതെങ്ങനെ ഇന്നും റെലവൻ്റ് ആക്കി വെക്കുന്നു, അതെനിക്കൊരു ഭയങ്കര ഒരു അതിശയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കൂടിയാട്ടം എന്ന് പറയുന്നത് വളരെ പെക്യൂലിയർ ആയിട്ടുള്ളൊരു കലാരൂപമാണ് കേരളത്തിൽ. അതിൻ്റെ ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് അതിന്. ഒന്ന്, ഈ പറയുന്ന 2000 എന്ന് നമ്മളൊരു കണക്കിങ്ങനെ പറയുന്നു എങ്കിലും വളരെ വളരെ പഴക്കമുള്ള ഒരു പാരമ്പര്യം, ഒരു അഭിനയ സമ്പ്രദായമാണ് കൂടിയാട്ടം. അതിൽ
സ്റ്റോറി ടെല്ലിങ്ങും ഉണ്ട്, തിയേറ്ററും ഉണ്ട്. അപ്പോൾ കൂടിയാട്ടം എന്ന് പറയുമ്പോൾ ഒരു അംബ്രല ടേമാണ്. അതിൻ്റെ ഉള്ളിൽ പാഠകം, നങ്ങ്യാർകൂത്ത്, ചാക്യാർകൂത്ത്, കൂടിയാട്ടം, ഇങ്ങനെ കുറച്ച് കലാരൂപങ്ങൾ ഒരു സമൂഹം ആൾക്കാർ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു ശൈലി, ഒരു സമ്പ്രദായമാണ് ഈ കൂടിയാട്ടം ഇന്നറിയപ്പെടുന്ന ഈ ഒരു കലാരൂപം. ഇതെന്താണെന്ന് വെച്ചാൽ സംസ്കൃത നാടകങ്ങൾ ഭാരതത്തിൽ വളരെ പോപ്പുലർ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ, സംസ്കൃത സാഹിത്യവും നാടകങ്ങളും പോപ്പുലർ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ പല ഭാഗത്തും ഇത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, പെർഫോം ചെയ്തിരുന്നു. അങ്ങനെ ഈ ഉത്തര ഭാരതത്തിൽ നിന്ന് വന്നിട്ടുള്ള ഈ സംസ്കൃത നാടകങ്ങളുടെ കേരളീയമായിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ്. കേരളീയ ആൾക്കാർ അത് സ്വീകരിച്ച് അത് പെർഫോം ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ അറിയുന്ന കൂടിയാട്ടം എന്ന് പറയുന്ന ഈ കലാരൂപം രൂപപ്പെട്ടു വന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി പെർഫോമിംഗ് സംസ്കൃത് ഡ്രാമാസ് റിട്ടൺ ഇൻ ദ സംസ്കൃത് ലാംഗ്വേജ് using aesthetics, techniques, acting techniques that were very regional. So the physicality, the language of the theatre, അതെല്ലാം വളരെ റീജിയണൽ ആണ്. നമ്മുടെ റീജിയണൽ എന്ന് ഉദ്ദേശിക്കുന്നത് കേരളീയം അല്ലെങ്കിൽ തമിഴ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശരീര സമ്പ്രദായങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതേസമയം മാർഗി, അതായത് ഭാരതീയമായിട്ടുള്ള നാടക സമ്പ്രദായത്തിന് വളരെ ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഭാഷ സംസ്കൃതം തന്നെയാണോ, അതോ അത് മാറ്റിയിട്ട് കുറേ കൂടി മലയാളം വന്നു ചേർന്നിട്ടുണ്ടോ? ശരിക്കും കൂടിയാട്ടത്തിൽ 3 ഭാഷകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് സംസ്കൃതത്തിലാണ് നാടകങ്ങൾ, അതിൻ്റെ മൂലകൃതി സംസ്കൃതമാണ്. പിന്നെ ആ കൃതിയുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിൻ്റെ അഭിനയത്തിൻ്റെ വഴി കുറിച്ച് വയ്ക്കും. അതിന് ആട്ടപ്രകാരം എന്ന് പറയും. അത് മലയാളത്തിലാണ്. ഓരോ ശ്ലോകത്തിൻ്റെയോ വാക്യത്തിൻ്റെയോ ടെക്സ്റ്റിൻ്റെ ഇലാബറേഷൻ മലയാളത്തിലാണ് എഴുതുന്നത്. അത് പിന്നെ നമ്മൾ അഭിനയത്തിൻ്റെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇതോടൊപ്പം തമിഴ് ഭാഷയ്ക്കും ശരിക്കും കൂടിയാട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നിക്കൽ പദങ്ങളും പ്രാചീന മലയാളം, അതായത് തമിഴിൻ്റെ ഒരു ഡയലക്റ്റ് ആയിരുന്നു അത്. ആ തമിഴ് ഭാഷയിലാണ്. അതുപോലെ തന്നെ നമ്പ്യാർ തമിഴ് എന്ന് പറയുന്ന ഒരു പഴയ തമിഴ്, അങ്ങനെ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ ശരിക്കും തമിഴും മലയാളവും സംസ്കൃതവും എല്ലാം ശരിക്കും കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ മലയാളികൾക്ക് നമുക്ക് എല്ലാവർക്കും കഥകളിയോ മോഹിനിയാട്ടം വരെ ഉള്ള ഒരു നോളജ് ബേസ് അത് തന്നെ ശരിക്കും ഇല്ലെങ്കിൽ തന്നെയും അവിടെ വരെ നമ്മളൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ളൂ. കൂടിയാട്ടത്തിൻ്റെ കഥകളിയായിട്ട് ഉള്ളൊരു ബന്ധം അതെങ്ങനെയാണ്? അതുപോലെ തന്നെ മറ്റുള്ള കലാരൂപങ്ങളുണ്ടല്ലോ, ഇപ്പോൾ തെയ്യമുണ്ട്, ചാക്യാർ കൂത്തുണ്ട്, ഓട്ടംതുള്ളലുണ്ട്. ഇത് തമ്മിൽ നമുക്ക് വേർതിരിച്ച് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അത് എന്താണ് വ്യത്യാസം എന്ന് പോലും മനസ്സിലാവില്ല. ഒരു ബേസിക് ഒരു ഐഡിയ എനിക്കത് പറഞ്ഞു തരുമോ പ്ലീസ് കപില? ഈ പറഞ്ഞ എല്ലാ കലാരൂപങ്ങളും നമ്മുടെ സംസ്കാരത്തിൽ പല കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ടു വന്ന പല വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപപ്പെട്ടു വന്ന പല കലാരൂപങ്ങളാണ്. ഇപ്പോൾ തെയ്യം വടക്കൻ കേരളത്തിലെ അനുഷ്ഠാന ആയിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന കലാരൂപമാണ്. അതുപോലെ കേരളത്തിലെ ഓരോ ഭാഗങ്ങളിലും വ്യത്യസ്തമായ അനുഷ്ഠാന രൂപങ്ങൾ കാണാം. മുടിയേറ്റ്, പടയണി, അങ്ങനെ ഓരോ റീജിയനിൽ, ഇപ്പോൾ കോഴിക്കോട് ഭാഗത്താണെങ്കിൽ തിറയാട്ടം, പാലക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പൂതനം തിറയും, അങ്ങനെ ഓരോ പ്രാദേശികമായിട്ട് അനുഷ്ഠാന കലകൾ. ആ അനുഷ്ഠാന കലയുടെ പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റിനേക്കാളും അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഒരു സ്പിരിച്വൽ, റിലീജിയസ്, എന്താ പറയുക, ഒരു ഭക്തിയുടെ ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നൃത്തരൂപങ്ങളുണ്ട്, നാടകരൂപങ്ങളുണ്ട്, നൃത്തവും നാടകവും കൂടിക്കലർന്ന രൂപങ്ങളുണ്ട്, സ്റ്റോറി ടെല്ലിംഗ്, കഥാകഥനത്തിനുള്ള കലാരൂപങ്ങളുണ്ട്. അങ്ങനെ പല നൂറുകണക്കിന് 400ഓളം പല വ്യത്യസ്തമായ പാരമ്പര്യ കലകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവയെല്ലാം ഓരോത്തിനും വ്യത്യസ്തമായ ചരിത്രമാണ്. പക്ഷേ ഇതിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ കലാരൂപവും ഓരോ ഘട്ടത്തിൽ ഒന്നെങ്കിൽ അത് രൂപപ്പെടുന്ന ഘട്ടത്തിൽ മറ്റ് കലാരൂപങ്ങളിൽ നിന്നും പല അംശങ്ങളും സ്വീകരിക്കും. they've always been inspiring each other. ഇപ്പോൾ കൂടിയാട്ടത്തിൻ്റെയും കഥകളിയുടെയും കാര്യം എടുക്കുകയാണെങ്കിൽ കൂടിയാട്ടം കഥകളിയേക്കാൾ വളരെ പ്രാചീനമായിട്ടുള്ളൊരു കലാരൂപമാണ്.
അതുകൊണ്ട് തന്നെ കഥകളി ഉണ്ടായി വരുന്ന കാലഘട്ടത്തിൽ പല പല കാര്യങ്ങൾ, ഇപ്പോൾ മുദ്ര അഭിനയ ഹസ്താഭിനയത്തിൻ്റെ കാര്യത്തിലായാലും വേഷവിധാനങ്ങളുടെ സങ്കല്പങ്ങളിലൊക്കെ ആയാലും കൂടിയാട്ടത്തിൻ്റെ ഒരുപാട് സ്വാധീനം നമുക്ക് കഥകളിയിൽ കാണാം. അത് കഴിഞ്ഞിട്ട് കഥകളി വളരെ പോപ്പുലർ ആയതിനു ശേഷം തിരിച്ചു കാണാം, കൂടിയാട്ടം കഥകളിയിൽ നിന്ന് ഒരുപാട് സ്വാധീനം ഇങ്ങോട്ടും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ, പക്ഷേ രണ്ടും വളരെ വ്യത്യസ്തമായ രണ്ട് കലാരൂപങ്ങളാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന വളരെ മോഡേൺ ചിന്താഗതിയുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. വളരെ മോഡേൺ ആയിട്ടുള്ള ഔട്ട്ലുക്കും വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഏജ് വരെയെങ്കിലും ലോറൻസ് ലവ്ഡേൽ ഊട്ടിയിൽ പഠിച്ച് ഒരു വേൾഡിൽ എന്താ പറയുക, ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ പഠിച്ചു വളർന്ന ഒരു കുട്ടി പിന്നെ ഈ ട്രഡീഷണൽ ആർട്ട് ഫോമിലേക്ക് പോകുന്നു. ആൻഡ് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ ഒരു ഗുരുകുലത്തിൽ തന്നെ പഠിക്കണം. So I feel like there is some kind of transition happening here also in your personal life. I think I've always identified myself as an actor from a very young age. And then I was എനിക്കൊരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യമാണ് ഉണ്ടായത്. എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും കൂടിയാട്ടം, പ്രധാനമായിട്ടും കൂടിയാട്ടത്തിനെ കണ്ട് അതിനെ അറിഞ്ഞ് പരിശീലിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ജനിച്ച് വളരുന്നത് ആ ഒരു വീട്ടിൽ, ആ ഒരു സാഹചര്യത്തിലാണ്. കൂടിയാട്ടം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, സെമിനാറുകൾ, ക്ലാസ്സുകൾ, അച്ഛനമ്മയും ക്ലാസ് പോണു വരണു, അത് കണ്ട് അതിലേക്ക് ഇങ്ങനെ വളർന്നു വന്ന ഒരു ഇതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. And എനിക്കെപ്പോഴും I was very drawn to the form, but more than the form, I was very drawn to the very charismatic presence of our teacher, Guru Ammanur Madhava Chakyar. He was a very beautiful actor with like a very intense and very unworldly, how do you say, very magical stage presence. He was like a great actor. And I was very fortunate that I grew up watching him. And that is what I was drawn to. More than the form itself, more than anything else, I was very drawn to him. So I naturally had the opportunity to learn from him. And then I became a practitioner of this art form. And then I continued. And that was what happened. I was just fortunate. കപില, ഒരു അതിശയം തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിൽ അച്ഛനും അമ്മയുടെയും ഒരു പെർസ്പെക്റ്റീവ്, അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ കപില ഈ ഒരു വഴി തിരഞ്ഞെടുക്കുമോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായത് കൊണ്ട് മാത്രമാണ് I knew, like I was exposed to this art form and many other art forms too. It's unlikely that I would have been in those days had the opportunity to find something like this on my own if I was born elsewhere. കാരണം ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ബോൺ എൽസ്വെയർ എന്നല്ല, ആ ഒരു എൻവയൺമെൻറ്റിലാണെങ്കിൽ പോലും പലപ്പോഴും റിബെൽ ചെയ്യാനുള്ള ആ ഒരു പ്രായമാണല്ലോ. അതിൽ നിന്ന് തിരിഞ്ഞു പോകാൻ, അല്ലെങ്കിൽ അച്ഛനമ്മമാർ നമ്മൾക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോകാനാണല്ലോ ആ പ്രായത്തിൽ ശ്രമിക്കുന്നത്. അവിടെ ഒരു തിരിച്ചറിവുണ്ടാവുക, അല്ലെങ്കിൽ അവിടെ ഒരു തീരുമാനം എടുക്കുക, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക, അതും ഒരു റിജിഡ് എൻവയൺമെൻറ്റിലേക്ക്, ഒരു കൺസർവേറ്റീവ് എൻവയൺമെൻറ്റിലേക്കാണ് പോകുന്നത്. അതെത്ര ഡിഫിക്കൽട്ടായിരുന്നു? I think very difficult. Even now at this stage in my life, when I look back, I sometimes feel how I feel proud that I actually made it through all those struggles. I mean, it's nothing that significant, but navigating life through this very contradictory situations, where you're growing up in a very liberal space, in a multicultural school. It was very liberal, and then you come into a very conservative place with completely different ethics and everything. And I was actually even now I can say that it was never easy for me. It was always a struggle, and then at a very tender age, when you are still figuring things out, I was often confused. Even into my 20s, I think I still continue to be a confused being in many areas, because I couldn't I felt like I didn't belong here or there. And talking about rebellious, I was actually always very rebellious. The good thing was that I was convinced that this is a beautiful art form and I wanted to learn it. But apart from that, I was always rebellious at home and always questioning things. And at some point,
I had to keep leaving the space. I couldn't completely become a very conventional. I couldn't fit into that very conservative community. Just being a woman in a very conservative space is very, very restricting. So you are practicing an art form which you love, but then you are dealing with texts which were written in very ancient times, and as a performer who's starting off, you don't have the space for putting in your own interpretations. So often you have to reproduce something towards which you feel conflicting. Or initially when I was starting off, most plays, കൂടിയാട്ടം plays, lead role എല്ലാം പുരുഷ വേഷങ്ങൾക്കാണ്. ആദ്യാവസാന വേഷം എന്ന് പറയുന്നത് പുരുഷ വേഷങ്ങൾക്കാണ്. And female characters are very stereotypical. കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതേസമയം നങ്ങ്യാർകൂത്തുണ്ട്, ഒരു സോളോ സ്റ്റോറി ടെല്ലിംഗ് ഇതാണ്. അവിടെ അഭിനയിക്കാനുള്ള ഒരുപാട് സ്കോപ്പ് ഉണ്ട്. പഠനത്തിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. പക്ഷെ അരങ്ങത്തേക്ക് വരുമ്പോൾ ആദ്യാവസാന വേഷങ്ങൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ പുരുഷ വേഷക്കാർക്കാണ്. നമ്മൾ ചെറുപ്പത്തിലേ ഇങ്ങനെ ഒരുപാട് ധാരണകൾ നമ്മുടെ പുറത്ത് വരികയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം എന്നെ ചെറുപ്പത്തിൽ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മളോട് പറയും പുരുഷ വേഷക്കാർക്ക് പ്രായം കൂടുന്തോറും സൗന്ദര്യവും ആകർഷണവും കൂടി വരും. പക്ഷേ സ്ത്രീ വേഷങ്ങൾക്ക് അങ്ങനെയല്ല. അതിനൊരു കാലഘട്ടമുണ്ട്. ആ വേഷഭംഗി നിലനിൽക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പ്രായം കൂടി വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സങ്കല്പങ്ങൾ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു, അത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ അണിയറയിലായാലും ഒരു പാട്രിയാർക്കൽ സമ്പ്രദായം തന്നെയാണ് ഒരു സമൂഹത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്. ആശാനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കപിലയുടെ കണ്ണ് നിറയുന്നത് കാണാം. അത്രയ്ക്കൊരു ക്ലോസ് ഇമോഷണൽ കണക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഫ്രം ദാറ്റ് റിലേഷൻഷിപ്പ്. അദ്ദേഹത്തിനെ കുറിച്ച് പേഴ്സണലി എന്തെങ്കിലും കാര്യം ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന നിലയ്ക്ക് ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യും. എനിക്ക് തോന്നുന്നത് ആശാൻ്റെ ഒരു ബീയിങ് ആണ് എനിക്ക് ഏറ്റവും ഒരു ഇൻസ്പിറേഷനായിട്ട് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഹി വാസ് വളരെ ലളിതമായിട്ടുള്ള ജീവിതം. ഈ പറയുന്ന സ്ലോ ലൈഫ് ഉണ്ടല്ലോ, ഐ മീൻ ധന്യ പറഞ്ഞില്ലേ, എൻ്റെ പടങ്ങൾ കാണുമ്പോൾ സ്ലോനെസ്, ആക്ച്വലി ഞങ്ങളുടെ ലൈഫ് അത്ര സ്ലോ ഒന്നുമല്ല. പക്ഷെ ആശാൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വളരെ ഓർഗാനിക് ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ജീവിതം. അദ്ദേഹത്തിൻ്റെ ധർമ്മം നിർവഹിക്കുക എന്നുള്ള രീതിയിലാണ് ഒരു ആർട്ട് ഫോം പ്രാക്ടീസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു സ്വത്തിൽ അദ്ദേഹത്തിന് ആക്ച്വലി വളരെ ഹി വാസ് എ ജീനിയസ്. Even though it was a hereditary profession, he was a very creative, a very intelligent, very talented performer. So he was special, but at the same time ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ട്. അദ്ദേഹം ഒന്നും മുന്നിൽ കണ്ടുകൊണ്ടല്ല, പേരോ പ്രശസ്തിയോ പണമോ ഒന്നും അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. വളരെ സിൻസിയറായിട്ട് അദ്ദേഹത്തിൻ്റെ ആർട്ട് ഫോമിനെ മനനം ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അവതരിപ്പിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം. അദ്ദേഹത്തിന് പശുവുണ്ട് വീട്ടിൽ, ആ പശുവിനെ നന്നായിട്ട് നോക്കുക, വളരെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, രാവിലെ പുലർച്ചെ 3:30 മണിക്ക് എണീറ്റ് സൂര്യ നമസ്കാരം ചെയ്തതിന് ശേഷം കുളത്തിൽ മുങ്ങിക്കുളിച്ച് അമ്പലത്തിൽ പോവുക. വളരെ ചിട്ടയായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ജീവിതം. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അത്തരം നിഷ്കളങ്കമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസാണ് ശരിക്കും എനിക്ക് അദ്ദേഹത്തിന് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടില്ല. എത്രയോ വലിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ കിട്ടിയില്ല, അതൊന്നും അദ്ദേഹത്തിന് ഒരിക്കലും ആഴത്തിൽ ബാധിച്ചിട്ടില്ല. ഹി ഓൾവേസ്, ആൻഡ് ഒരു പെർഫോമൻസ് കഴിഞ്ഞ് ആരെങ്കിലും ഇപ്പോൾ അഭിനന്ദിക്കാൻ അണിയറയിൽ പോയാൽ തന്നെ അദ്ദേഹം പറയണത് ഞാനല്ല എന്നുള്ള രീതിയിലാണ്. അദ്ദേഹം അതിൽ നിന്നൊരു ഡിറ്റാച്ച്മെൻ്റാണ് എപ്പോഴും പാലിക്കാറ്. അത് ജഗദീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നേ പറയുള്ളൂ. അത് ആക്ച്വലി ഓൺ ദി സർഫേസ് ആ ഒരു എളിമയും എല്ലാം ഉണ്ടെങ്കിലും അതിൽ ആക്ച്വലി കുറേ കൂടെ ഡീപ്പായിട്ടുള്ളൊരു മീനിങ് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പരിമിതികൾ അല്ലെങ്കിൽ നമ്മൾ പരമാവധി ചെയ്യുക മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫലം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ അതിനോട് അറ്റാച്ച് ആവുന്നില്ല. So that is the biggest lesson that I've he's just allowing, he does what he can best and just being detached from the result. So അത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ കപിലയ്ക്ക്? Have you been able to detach yourself from the art that you produce? No, I don't think so. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവലിൽ ഒരിക്കലും ഇല്ല. But that is something I always keep in mind
and I want to genuinely reach that state of mind. It's easy, I can easily say that, you know, I am like that, but I wouldn't say that. I think nowadays we are so bombarded with expectations from every side, from our close circles, from people, from all kinds of people who want all kinds of things. So there is that thing to, you know, perform and be and all of that. So I would say that through my life I'm trying to let go of all those things, but it's never easy. ഒരു ആർട്ട് ഫോമിനെ പ്രിസേർവ് ചെയ്യുക, അതിനെ മുന്നോട്ട് അടുത്ത തലമുറയിലേക്ക് എത്തിക്കുക, അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ഒരു പ്രാചീന കല എന്ന നിലയ്ക്ക് നമ്മളത് കാണുകയാണെങ്കിൽ ഇന്നത് ഒരു പുതിയ തലമുറയിലൂടെ അത് അടുത്ത തലമുറയിലേക്ക് എത്തുള്ളൂ. അത് എത്തിക്കുക ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇസ് ഇറ്റ് വേ മോർ ഡിഫിക്കൽട്ട് ഫോർ യു നൗ ആസ് എൻ ആർട്ടിസ്റ്റ് പോസ്റ്റ് കോവിഡ്? I'm surprised to see there are even 7-8-year-old children. Like, I'm teaching 2 7-year-old children since a year now, and I see that they are very, like, if a child wants to learn something, then you teach them. So that's my thing. No, I don't like to force or impose anything on anyone, but then the dedication that I see in them, and then the curiosity and the excitement gives me a lot of hope. So എനിക്കൊരിക്കലും തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നു ഈ പാരമ്പര്യ കലകളുടെ ഒരു ട്രാൻസ്മിഷനിൽ വലിയൊരു മാറ്റം വരും ഇനി ഞങ്ങളുടെ തലമുറയിൽ നിന്ന് അങ്ങോട്ട്. പഴയ രീതികളിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പഴയ ശിക്ഷണ സമ്പ്രദായങ്ങൾ, അത് പണ്ടത്തെ രീതി എന്ന് പറഞ്ഞാൽ ഈ ഗുരു ശിഷ്യ ബന്ധം, വളരെ കൺവെൻഷനലായിട്ടുള്ള ആ ഗുരു ശിഷ്യ ബന്ധം മുന്നോട്ട് പ്രാക്ടിക്കൽ അല്ല. കാരണം കുട്ടികൾ ഒരുപാട് മാറി, ലോകം ഒരുപാട് മാറി. ഇപ്പം നമ്മൾ കുറച്ചും കൂടി എംപത്തറ്റിക് ആയിട്ട്, കുറച്ചും കൂടി കമ്പാഷനറ്റ് ആയിട്ടും ഓപ്പൺ ആയിട്ടുമൊക്കെയാണ് നമ്മൾ എല്ലാവരോടും ഇൻറ്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ശിക്ഷണ സമ്പ്രദായത്തിലൊരു വലിയ മാറ്റം വരണം. അല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നത് കുട്ടികൾ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ, കുറച്ചും കൂടി അഭികാമ്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് ചെറുപ്പക്കാരെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ചിന്തിക്കുന്ന, ഇപ്പോൾ ഫെമിനിസം ആയാലും എല്ലാ വിഷയങ്ങളെയും കുറിച്ച് വളരെ അവെയറായിട്ട്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട്, നന്നായിട്ട് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പുതിയ തലമുറക്കാർ. ദേ നോട്ട് ജസ്റ്റ് following, you know, like they're thinking for themselves. They're so much brighter and so much more open, and you know, so I have a lot of hope for the traditional arts. Even speaking as a traditional arts practitioner, എനിക്ക് മുന്നോട്ട് നോക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു ബാഗേജ് അവർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. They can be more flexible and they can do even more interesting things than we did in the future. പക്ഷേ ഈ ഒരു പൈസയുടെ ക്വസ്റ്റ്യൻ വരില്ലേ ഒരു ആർട്ടിസ്റ്റിന് സർവൈവ് ചെയ്യുക, എസ്പെഷ്യലി ട്രഡീഷണൽ ഫോംസ് പ്രാക്ടീസ് ചെയ്യുന്ന ആർട്ട്, അത് എത്ര ഡിഫിക്കൽട്ടാണ് കപില? സോഴ്സസ് ഓഫ് ഇൻകം നമുക്ക് വേണ്ട രീതിയിൽ കിട്ടാറുണ്ടോ? ഇൻ യുവർ കേസ് ഓക്കെ, ഒരു ഫാമിലിയുടെ ഹെറിറ്റേജ് ഉണ്ട് എന്ന് പറയാം, പക്ഷേ പല കുട്ടികൾക്കും അത് കാണില്ല. അത് പക്ഷെ പൊതുവേ ട്രഡീഷണലും അല്ലാത്തതുമായ സിനിമ ഒഴിച്ച് ഇപ്പോൾ സാധാരണ തിയേറ്റർ ആയാലും അത്തരം എല്ലാ കലാരൂപങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിലില്ല. ഭൂരിഭാഗം കലാകാരന്മാർക്കും കലാകാരികൾക്കും എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അവരുടെ ഫൈനാൻസ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് എപ്പോഴും ഒരു ചോദ്യമാണ്. ദർ ഇസ് നോ സെക്യൂരിറ്റി, ദർ ഇസ് നോ അങ്ങനെ ഒരു സ്കീമില്ല. മറ്റ് പല രാജ്യങ്ങളിലും നമുക്ക് കാണാം, അവർക്ക് പല പദ്ധതികളുണ്ട് കലാകാരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി. നമ്മുടെ നാട്ടിലെപ്പോഴും അത് രൂപപ്പെട്ട് വരുന്നേ ഉള്ളൂ പതുക്കെ. ബേസിക്കലി എല്ലാ ആർട്ടിസ്റ്റും ക്രിയേറ്റീവായിട്ട് തന്നെ ജീവിക്കാനും കൂടി പഠിക്കണം. ജീവിതം എങ്ങനെ പ്രാക്ടിക്കലി മാനേജ് ചെയ്യാമെന്നുള്ളതും കൂടി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. ഇപ്പോൾ കോവിഡ് തന്നെ ഒരുപാട് പേര് വളരെയധികം കഷ്ടപ്പെട്ടു, പെർഫോമൻസസ് ഒന്നും ഇല്ലാണ്ടായി. ടെക്നോളജി ഉപയോഗിക്കാൻ അറിയുന്ന കുറച്ച് പേര് വർക്ക്ഷോപ്പുകളൊക്കെ ചെയ്ത് ഒരുവിധം ഇങ്ങനെ പോയി. ഇപ്പം ടെക്നോളജി ആയിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് കലാകാരന്മാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി. അപ്പോൾ എപ്പോഴും ആ ഒരു സ്ട്രഗിൾ ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് വെരി റിയൽ. പക്ഷേ യൂഷ്വലി കലയോട് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിലേക്ക് വരുന്ന ആൾക്കാർ
don't bother too much or don't think too much about, security, financial ആയാലും, they just say, okay, we'll figure it out somehow. എന്ന് പറഞ്ഞാണ് മിക്കവരും. ആൻഡ് യു ഡു ആക്ച്വലി ഫിഗർ ഇറ്റ് ഔട്ട് സംഹൗ, ബിക്കോസ് ആർട്ടിനൊരു റെലവൻസ് ഉണ്ട്. So even though it is an unknown, insecure space, somehow എൻ്റെ അച്ഛൻ എപ്പോഴും പറയും കലയിൽ സത്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരേണ്ടതൊക്കെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് അത് പറയുമ്പോൾ ഇങ്ങനെ പറയാനൊരു രസമുള്ള ഒരു കാര്യം മാത്രമല്ല, ജീവിതത്തിൽ എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. സംഹൗ തിങ്സ് ജസ്റ്റ് വർക്ക് ഔട്ട്. കുറേ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിനകത്ത് ഏറ്റവും അധികം ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കപിലെ തന്നെ ഭയങ്കരമായിട്ട് ഇന്ന് ചിന്തിപ്പിച്ച കഥാപാത്രം അതേതാണ്? അത് ഓരോ ഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഥാപാത്രത്തിനോട് ഒരു ഇഷ്ടക്കൂടുതലില്ല. കാരണം ഓരോ കഥാപാത്രത്തെയും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തെ പരിപൂർണമായിട്ടും സ്നേഹിച്ചാലേ അതിനോട് നമുക്ക് നീതി പുലർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ഏത് കഥാപാത്രത്തെയാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേസിക്കലി ഒരു എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തെ പരിപൂർണമായിട്ടും ഏറ്റവും പാഷനറ്റായിട്ടും സ്നേഹിക്കുകയും അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നിനോടും പ്രത്യേകിച്ചൊരു അറ്റാച്ച്മെൻ്റ് ഇല്ല. ഓരോന്നും ചെയ്തിരുന്ന സമയങ്ങളിൽ ആ കഥാപാത്രം തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ദേവി മാഹാത്മ്യം, ദേവി ഭാഗവതത്തിനെ ആസ്പദമാക്കിയിട്ട് ഒരു ചിട്ടപ്പെടുത്തലായിരുന്നു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് ദേവിയുടെ ഭാവം വളരെ ഇഷ്ടമാണ്. എനിക്ക് അത്തരം ഒരു വളരെ ഇൻവിഗറേറ്റിംഗ് ആയിട്ടുള്ള വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഒരു ഭാവങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അതേസമയം എനിക്ക് അത്രമാത്രം സ്നേഹം മഹിഷാസുരനോടും ഉണ്ട്. അല്ലെങ്കിൽ അസുരന്മാരായിട്ട് വരുന്ന കഥാപാത്രങ്ങളുടെ ബാക്ക് സ്റ്റോറി പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ മഹിഷാസുരൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, നമ്മൾ മഹിഷാസുരൻ്റെ ജന്മകഥ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കഥയാണ്. മഹിഷാസുരൻ്റെ അച്ഛനും അമ്മയും ഒരു മഹിഷി എന്ന് പറയുന്നത് ഒരു ട്രൈബൽ വുമൺ ആവാം, അല്ലെങ്കിൽ ഒരു ബഫലോ വുമൺ, ആ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. എന്തായാലും ഇവർ തമ്മിൽ സ്നേഹം ഉണ്ടാവുന്നു. ആൻഡ് ദെൻ ഷി ഗെറ്റ്സ് pregnant. അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ ഈ അമ്മയെ ആക്രമിക്കാൻ വിത്ത് lustful eyes they come to take her, and this whole thing is about a journey of this husband protecting his wife, and they travel and they're very much in love until one day in the attempt of protecting his pregnant wife from an attacking person, the father dies, and the mother, Mahishasura's mother, jumps into his burning funeral pyre fully pregnant, and she goes into labor, and ഈ അച്ഛൻ്റെ ചിതയിലാണ് മഹിഷാസുരൻ ജനിക്കുന്നത്. She gives birth to him and dies, and every time that's such a beautiful story. എന്നിട്ട് ആ കുഞ്ഞാണ് മഹിഷാസുരൻ. ആ മഹിഷാസുരനോടുള്ള അച്ഛൻ്റെ സ്നേഹം കാരണം അച്ഛൻ ആ ചിതയിൽ നിന്ന് വീണ്ടും പുനർജനിക്കുകയാണ് മകന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഉള്ളൊരു മഹിഷാസുരൻ. അതേപോലെ ഈ മഹിഷാസുരനെ ശരിക്കും ദേവിയെ തന്നെ കൊല്ലാൻ വരുന്ന ദേവിയെ കാണുന്ന സമയത്ത് ആദ്യം മഹിഷാസുരൻ അങ്ങോട്ട് തോന്നുന്നത് പ്രണയമാണ്. മഹിഷാസുരനെ എല്ലാം കൊടുക്കാമെന്ന് പറയണം. എൻ്റെ രാജ്ഞിയായിട്ട് വരികയാണെങ്കിൽ ഞാൻ എന്തിനും ഏതിനും അത്രയും പ്രണയമാണ് അങ്ങോട്ട് തോന്നുന്നത്. അങ്ങനെ ഓരോന്നെടുത്ത് നോക്കുമ്പോഴും അത്തരം ഡാർക്കായിട്ടുള്ള കൺവെൻഷനലി നോക്കുമ്പോൾ ഡാർക്കായിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ബാക്ക് സ്റ്റോറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവണൻ is also one of your favorites, I'm sure. Of course. Everybody's favorite, I think, nowadays. വളരെ ഫാസിനേറ്റിംഗ് ആണ്. അതുപോലെ ഞാൻ യക്ഷിയെ കണ്ടിട്ട് ശരിക്കും എനിക്ക് ഗൂസ് പിമ്പിൾസ് ഉണ്ടായി. എന്നിട്ട് ഞാൻ കപിലേക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. എനിക്ക് ആ യക്ഷിയുടെ ഒരു ചെറിയ വീഡിയോ ഇൻ്റർപ്രിട്ടേഷൻ അതെന്താണെന്ന് എനിക്കറിയില്ല, വാട്ട് വുഡ് യു നെയിം ഇറ്റ്, പക്ഷേ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് ഒരു ചെറിയ ഷോർട്ട് ഫിലിം എന്ന നിലയ്ക്കും വേണമെങ്കിൽ കാണാം. അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര രസം തോന്നി. ഈ യക്ഷി എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ എങ്ങനെ കിടക്കുന്നു അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് കപില ആ കഥാപാത്രത്തെ യക്ഷിനെ കണ്ടതും. ആൻഡ് ഒരു സിമ്പത്തി, ഒരു എംപത്തിയിലൂടെയാണ്, ആ ഒരു ദൃഷ്ടിയിലൂടെയാണ് യക്ഷീനെ കാണുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു കാര്യം ആയിട്ട് തോന്നി. ഇതിൻ്റെ പുറകിലുള്ള പ്രോസസ്സ് എന്തായിരുന്നു? ഇതെൻ്റെ ഒറിജിനലായിട്ടുള്ള ഒരു ഐഡിയ അല്ല. ബേസിക്കലി യക്ഷി എന്നുള്ള ഒരു ഡാൻസ് വീഡിയോ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വേറെയും കുറച്ച് കഥാപാത്രങ്ങളുണ്ടായിരുന്നു. എനിക്ക് യക്ഷിയെ പോലെ തന്നെ വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയത്
തള്ള എന്ന് പറയുന്ന ഒരു നമ്മുടെ ഫോക്ലോറിലുള്ള ഒരു കഥാപാത്രമാണ്. ഈ യക്ഷിയായാലും തള്ളയായാലും രണ്ട് സ്ത്രീകൾ, അവർ ഔട്ട്ലോസ് ആയിട്ടുള്ള സ്ത്രീകളാണ്, തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണ സ്ത്രീകളാണ്. ഈ തള്ള എന്ന് പറയുന്നത് നമ്മുടെ കുമ്മാട്ടി പാട്ടുകളിൽ കേൾക്കാം, കുറച്ച് ഒരു ഷെയ്ഡി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അവർക്ക് മാജിക്കൽ പവേഴ്സ് ഉണ്ട്, ഹീലിംഗ് പവേഴ്സ് ഉണ്ട്, സ്റ്റോറി ടെല്ലറാണ്. പക്ഷെ അതേസമയം അവർ അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അമ്മുമ്മയല്ല, ഒരു ഐശ്വര്യവതിയായിട്ടുള്ള അത്തരം ഒരു കുലസ്ത്രീ അല്ല. ഇവർ പുറത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവർ ടെമ്പറമെൻ്റലാണ്, ഇവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചികിത്സിക്കും, ഇഷ്ടമില്ലെങ്കിൽ ചികിത്സിക്കില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഷെയ്ഡി ആയിട്ടുള്ളൊരു മാജിക്കൽ ഒരു തള്ള, ഒരു വയസ്സായ സ്ത്രീ എന്നുള്ളത്. യക്ഷി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയെ പഴയ കാലത്ത് ഡെമണൈസ് ചെയ്ത് വേറെ രീതിയിൽ കാണിക്കുന്ന ഒരു ഇതാണ് യക്ഷി. അപ്പോൾ എനിക്ക് ഈ രണ്ട് ബേസിക്കലി എൻ്റെ ഡാൻസ് വീഡിയോയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവർ രണ്ടും ഒരു തരത്തിൽ മേർജ് ചെയ്തു. കാരണം എൻ്റെ യക്ഷി, നമ്മൾ യക്ഷിയെ അറിയുന്നത് വളരെ സെഡക്ട്രസ് ആണ്, സൗന്ദര്യവതിയാണ്. ഇവർ പുരുഷന്മാരെ സെഡ്യൂസ് ചെയ്യുന്നു, പിറ്റേ ദിവസം അവരെ ഇല്ലാതാക്കുന്നു. പക്ഷേ അതിനകത്ത് അത് മാത്രമല്ലാതെ ഒരു സെൻഷ്വൽ, ഒരു റൊമാൻറ്റിക്, ഒരു ഫീലിങ്സ് ഉള്ള യക്ഷിയാണ്. അവർക്ക് പ്രണയമുണ്ട്, പിന്നെ അവർ വയസ്സാവുന്നുണ്ട്. അത്തരം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആ ഒരു ഇതിനകത്ത് വരണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ബേസിക്കലി ഞാൻ കോവിഡ് സമയത്ത് ഒരു ക്യാമറ പേഴ്സണായിട്ട് കുറേ കൊളാബറേറ്റ് ചെയ്തിരുന്നു, അനന്തു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സ്പേസിൽ, ഇത് ലാഹോർ ബിയനാലയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പം അങ്ങനെ ആ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട്, ആ ലൊക്കേഷനായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്നതാണ്. അത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ, എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്കിനി ആ സ്പേസിലേക്ക് പോകണം, നമ്മുടെ ചെറിയൊരു ഗെയിമിലേക്ക്. പക്ഷേ അതിനു മുമ്പ് കപില, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ളത്. ഒന്ന്, എനിക്കൊരു ജപ്പാൻ ഫിക്സേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണെന്നറിയാം, പക്ഷേ ജപ്പാനിൽ പോയി ഒരു തിയേറ്റർ ഗ്രൂപ്പിൻ്റെ കൂടെ, മിൻ തനാക്ക എന്നൊരു വ്യക്തിയുടെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് തിയേറ്റർ ഗ്രൂപ്പിൻ്റെ കൂടെ കുറേ വർഷങ്ങൾ സ്പെൻഡ് ചെയ്ത് യാത്ര ചെയ്തൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസിൽ നിന്നാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും കപിലെ ട്രാൻസ്ഫോം ചെയ്തോ? അതെന്തായിരുന്നു ആ ഒരു തിരിച്ചുവരവ്? വാട്ട് വാസ് ദാറ്റ് ഫോർ യു? സോ ആക്ച്വലി എല്ലാവരും എന്നെ ബേസിക്കലി അറിയുന്നത് ഒരു കൂടിയാട്ടം കലാകാരിയായിട്ടാണ്. അപ്പോൾ ഇത്രയും കാലം ആക്ച്വലി ഞാൻ അതിൻ്റെ പിന്നിൽ തന്നെ വളരെ സേഫായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ബേസിക്കലി എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ time and again I used to go out and do other things, and one of the main things that I really indulged in was traveling to study in Japan. So അവിടെ ഈ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂൺ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഹക്ഷു എന്ന് പറയുന്ന സ്ഥലത്ത് മിൻ തനാക്ക എന്ന് പറയുന്ന ഒരു ഡാൻസർ, അദ്ദേഹം കുറച്ച് അൺകൺവെൻഷനലാണ്. ഈ പറഞ്ഞ പോലെ അവാൻഗാർഡ് ഡാൻസറാണ്, പക്ഷേ അദ്ദേഹം കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ്. അപ്പോൾ ആ ഒരു കൃഷിയിലൂടെ പ്രകൃതിയായിട്ടുള്ള ഒരു സംവേദനം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക, ആ ഒരു രീതിയിലുള്ള വർക്കാണ്. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നു 2005 സമയം മുതൽക്ക് കുറേ വർഷങ്ങൾ എല്ലാ വർഷവും പോയി അവിടെ താമസിച്ച് കൃഷി ചെയ്ത് പെർഫോമൻസിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് അതോടൊപ്പം അങ്ങനെ പരിശീലിച്ചിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ പറയുന്ന നേച്ചറായിട്ട് ബന്ധപ്പെട്ടായാലും ഒരുപാട് വാല്യൂസ് ക്രിസ്റ്റലൈസ് ചെയ്യണത്, അല്ലെങ്കിൽ വാല്യൂസ് സ്ട്രെങ്തൻ ചെയ്യണത്, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞത് ജപ്പാനിൽ താമസിക്കുമ്പോഴാണ്. അത് ജപ്പാൻ ആയതുകൊണ്ടല്ല എന്ന് വേണമെങ്കിൽ പറയാം. മിൻ തനാക്ക എന്ന് പറയുന്ന ഒരു വളരെ മഹാനായിട്ടുള്ളൊരു വ്യക്തിയുടെ ഒരു പ്രഭാവം ആണ് കൂടുതൽ ഉദിച്ച് നിൽക്കുന്നതെങ്കിലും ബേസിക്കലി ജപ്പാനിൻ്റെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അവിടുത്തെ സംസ്കാരത്തിൻ്റെയും അവരുടെ മനുഷ്യരുടെ ഇൻറ്റൻസിറ്റി, അവിടുത്തെ ഒരു മിനിമലിസം, അവിടുത്തെ ലിറ്ററേച്ചറിലുള്ള ലിറ്ററേച്ചറിലുള്ള ഇൻറ്റൻസിറ്റി, അവരുടെ എത്തിക്സ്, അവരുടെ കൾച്ചറിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നമ്മുടെ നിന്ന് വളരെ വളരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന സംസ്കാരമാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇറ്റ്സ് സംതിങ് വെരി റെലവൻറ്റ് ഫോർ മീ. നോ മാസ്റ്റർ വൺസ് ടോൾഡ് മീ ദിസ്, ദാറ്റ് നോ തിയേറ്ററിൽ ഒരു നടൻ്റെ ശരീരം 1000 ശരങ്ങൾ എയ്യാനുള്ള ആഗ്രഹമുണ്ട്. ശരീരത്തിന് എല്ലാ ദിശയിലേക്കും 1000 ശരങ്ങൾ എയ്യാനുള്ള ആഗ്രഹമുണ്ട്. കൂടിയാട്ടം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാരതീയ നടൻ ഈ 1000 ശരങ്ങളെയും ശരീരത്തിൽ നിന്ന് എയ്യുന്നുണ്ട്. ജപ്പാനിൽ വെച്ചാൽ ഈ എയ്യാനുള്ള ആഗ്രഹത്തെ കണ്ടെയ്ൻ ചെയ്ത് നിർത്തുകയാണ് ഒരു ജാപ്പനീസ് ആക്ടർ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്,
പക്ഷെ എനിക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഒരു കൂടിയാട്ടം അല്ലെങ്കിൽ ഒരു കഥകളി നടൻ്റെ ശരീരം ശരിക്കും അങ്ങനെ തന്നെയാണ്. ആ വായുവിൽ നിന്ന് ശരിക്കും നമ്മൾ ആ ഒരു എനർജി പുറത്തോട്ട് വിടും. പക്ഷെ ആ ഒരു നോ ആക്ടർ ആ വിടാനുള്ള ആഗ്രഹത്തെ പിടിച്ചടക്കി നിർത്തും. ആ രണ്ട് ഒരു കോൺട്രാസ്റ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതെപ്പോഴും എനിക്കിത് രണ്ടും വേണം പെർഫോമൻസിലും ജീവിതത്തിലും. ഞാൻ ആലോചിക്കായിരുന്നു തുളസിക്ക് ഈ ഒരു ഡ്യുവാലിറ്റി ക്യാരി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെയുള്ള ജീവിതം അത് എത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നൊന്ന് ചോദിക്കണം എനിക്ക്. ഞാൻ തുളസിയുടെ കാര്യം പറയാൻ ഉദ്ദേശിച്ചത് ഈ ഡ്യുവാലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴേ നിങ്ങളുടെ ലൈഫിലും ആ ഒരു പാരലൽ ഉണ്ട്. സോ ഫോർ ഇൻസ്റ്റൻസ് Tulsi is a photographer, he is a news journalist photographer. അപ്പോൾ അത് റിയാലിറ്റിയെ ക്യാപ്ചർ ചെയ്യാണ്, ഹാർഷ് റിയാലിറ്റി ഇൻ ഓൾ ഇസ് എലിമെൻറ്റ്സ്. ആൻഡ് കല്യാണം കഴിച്ച് ഭാര്യയായിട്ടുള്ളതോ വളരെയധികം ഒരു ഡ്രീം ലൈക്ക് ഒരു മാജിക്കൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും. നിങ്ങൾ എങ്ങനെയാണ് ഒരു സ്പേസിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുള്ള എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു. The best thing about our marriage is that ഇപ്പോഴും I think we've been married for 11 years. ന്യൂസ് ഫോട്ടോഗ്രാഫിയെ കുറിച്ച് ജേർണലിസത്തിനെ കുറിച്ച് എനിക്ക് വളരെ കുറച്ചേ അറിയുള്ളൂ, ഇപ്പോഴും കുറച്ചേ അറിയുള്ളൂ. സിമിലർലി കൂടിയാട്ടത്തെക്കുറിച്ചോ പെർഫോമൻസിനെ കുറിച്ചോ തുളസിക്ക് വളരെ കുറച്ചേ അറിയുള്ളൂ. ആൻഡ് വി കീപ്പ് ഇറ്റ് ദാറ്റ് വേ. So then our communication in that, somehow though, over the years, Tulasi actually takes the best pictures of me, be it performance or otherwise. So that is the place where we meet. Like, I don't know how he does it, but over the years he's been, I think, watching me so much, or without knowing anything, like he still wouldn't be able to recognize ഇത് ഏത് കഥയാണ് അഭിനയിക്കുന്നത്. No, but he eventually, I think the way he sees, he always says that he feels anxious when he sees me on stage, like he's worried for me. That is his feeling normally when he sees me performing. And like it's more concern and worry rather than like he can't sit back and enjoy. That's what he tells me. എന്താണ് അങ്ങനെ? I think എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്ന എല്ലാ പെർഫോമൻസും കുറച്ച് വേറെ രീതിയിലൊരു ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലുള്ളത്, അല്ലെങ്കിൽ ഫിസിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. അപ്പോൾ തുളസിക്ക് എപ്പോഴും ആ ഒരു ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് തുളസി എന്നെ അവിടെയും കാണുന്നത്. But I don't know, like over the years he does just understand how to take the best pictures. You know, like I don't like being photographed by too many other people. But I feel very comfortable. I like all the pictures that he takes of me. That's his expression of love, I would say. That's what I said. I can see that love through the lens coming out and capturing you. Yeah. And all the pictures are so beautiful. Pala pictures I kanditilla, I absolutely love them. But I think the best thing about being married to somebody who's very from another world is that I can come home after a good or a bad or a terrible performance or whatever, and it'll be completely okay. It doesn't matter. Like there is no expectation from him, or there is no criticism, which I'm happy. I don't want to come home and have somebody say that you were good today, or you could have done this differently or something like that. I don't want any of that. I want my home to be unconditional to all that, and that's exactly how it is. ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞ കാര്യമാണ്, നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു കപ്പിലെ കാണുമ്പോൾ വെരി കാം, പല കാര്യങ്ങൾ പറയുന്നത് ഭയങ്കര കാമായിട്ടും ജെൻറ്റിലായിട്ടും സൂതിങ് ആയിട്ടുമാണ്. പക്ഷേ നമ്മുടെ സ്റ്റോം മുഴുവൻ നമ്മുടെ ഉള്ളിലായിരിക്കും. There's a lot of noise, there's a lot of stuff going on inside. It's actually a storm raging inside. അത് സത്യമാണ് കപില. Yeah, and I'm bipolar, I can say. ശരിക്കും. So I have this, I'm patient, I'm calm, I'm generally warm and friendly, but I also have another very chaotic side of me, which is not like that. So I do have a randomness in everything I do. I have a chaos in everything I do, and I need to go through a lot of chaos in order to come down to something very polished and nice. But I am a very chaotic person. Even the way I work, it's not very disciplined and consistent. I work in spurts of energy where I expend like everything and then get very tired, and then I need to like take a lot of downtime and then go on to something else. But I also work like that, so I am quite erratic in that sense. Bipolar എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ആക്ച്വലി എ മെൻ്റൽ yes illness. Yes. അപ്പോൾ അത്
you're I telling meant me it. you Yes. meant it that way. Yes, I would never use a word like bipolar or anxiety in a general sense. I'm very, very sensitive about that. But That's it's not in an extreme level. It's very, very. അതൊരു സ്പെക്ട്രത്തിലാണല്ലോ കിടക്കുന്നത്. I mean, bipolar ഒരു വളരെ കഠിനമായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. I have it like very gently, lightly. ആസ് എൻ ആർട്ടിസ്റ്റ് ഐ ഫീൽ ഇത് എവിടെയോ അക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണോ, നമ്മൾ എങ്ങനെയാണോ, അതിൽ അക്സെപ്റ്റൻസിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അക്സെപ്റ്റൻസിലേക്ക് എത്തുക, how difficult was that? It was not easy. Actually, that has been my whole journey. കാരണം നമ്മളെപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയാലും പാരമ്പര്യ രീതിയിലായാലും സ്കൂളിലായാലും നമ്മളുടെ സോഷ്യൽ ഫാമിലി സെറ്റപ്പിലായാലും നമ്മൾ ഒരു ചില സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് നമ്മളെ അളക്കുന്നത്. പക്ഷെ വളരെ വൈകിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐ ഡോണ്ട് ഹാവ് ടു ഫിറ്റ് ഇൻ ടു സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ആൻഡ് ഹൗ, ഫോർ എക്സാമ്പിൾ, ഹൗ ടു വർക്ക്. So generally people who have a good discipline, who work in a consistent way, who are productive to a certain extent, are more respected and valued, and like let's say who are more accepted. That kind of working procedures is more acceptable. But I was very late. കുറേ വൈകി ഞാൻ മനസ്സിലാക്കി ഞാൻ അങ്ങനെയല്ല, എനിക്ക് ഒരിക്കലും അങ്ങനെ ആവാൻ പറ്റില്ല. പക്ഷേ പലരും പറഞ്ഞു തന്നിട്ടും കൂടിയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ റിതം, എൻ്റെ മനസ്സിൻ്റെ റിതം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരു കുഞ്ഞു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ബൈ ഹാർട്ടായിട്ട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. പക്ഷേ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് ഇപ്പോൾ ഹിസ്റ്റോറിക് ഡേറ്റ്സ് ഓർമ്മിക്കുക, വളരെ അക്കാഡമിക് ആയിട്ടുള്ള ഒരു ലെക്ചർ കൊടുക്കുക, ഇതൊന്നും എനിക്ക് സാധിക്കില്ല. പക്ഷെ അത് കുഴപ്പമില്ല എന്ന് എനിക്ക് എന്നോട് തന്നെ കൈൻഡായിട്ട് പറയാൻ കുറേ കാലം പിടിച്ചു. സോ ഐ തിങ്ക് എനിക്ക് ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മുടെ റിതം, നമ്മുടെ ബീയിങ്ങിനെ തിരിച്ചറിഞ്ഞ് and allow and accept and embrace the way we are is our nature, I think is the big journey. I think that's a beautiful thought. So welcome to I Am Game, ഒരു ചിന്ന കാർഡ് ഗെയിം. ഓക്കെ, and this is by my friend Vanessa. I just pick any, and അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ you can just read it out. അതിലെ മനസ്സിൽ വരുന്ന എന്താണ് തോന്നൽ അത് പെട്ടെന്ന് ഷെയർ ചെയ്യാം, അത്രേ ഉള്ളൂ. What is going to happen? What is going to happen? But I think if I ask, ഇപ്പോൾ ഞാൻ എന്നോട് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ I feel like things are going to happen is the feeling I have. And I have like, I feel like I've reached a stage where everything is culminating and I'm ready to do like things freely. അപ്പോൾ അതൊക്കെ നടക്കട്ടെ. അടുത്തത് Asking for trouble. Yeah, I ask for trouble from time to time. I do it to myself. Why do you do that? അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയും. How do you end up asking for trouble for yourself? I think I end up asking for trouble in interpersonal relationships with other human beings. I feel like sometimes I make myself very vulnerable when I interact with other human beings, and then I ask for trouble. I do it. But I'll still keep doing it, I think. So എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? Do you try to protect yourself? I don't want to. I think I shouldn't. Beyond a point, I'm just going to continue to be vulnerable. And ask for trouble. yeah, from time to time. What makes you doubt? The vibes. Vibes, huh? Yeah, again with people. When I get the wrong feeling, I get doubtful. പക്ഷെ അത് നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പാടുമോ? ഇപ്പോൾ സൈക്കോളജി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് എ വേ ഓഫ് ജസ്റ്റ് പ്രൊട്ടക്ടിങ് യുവർ സെൽഫ്, അല്ലെങ്കിൽ വൈബ്സും എനർജിയും ഐ എം ജസ്റ്റ് ബീങ് ദ ഡെവിൾസ് അഡ്വക്കേറ്റ്. പക്ഷെ അങ്ങനെ പറയില്ലേ, നമ്മൾ നമ്മുടെ ഇൻസ്റ്റിങ്സിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടതും കാര്യമില്ല, കാരണം ഇറ്റ്സ് ജസ്റ്റ് എ വേ ടു പ്രിസർവ് ആൻഡ് പ്രൊട്ടക്ട് യുവർ സെൽഫ്. Because I have that doubt from time to time. Then I tell myself, no, like everybody is telling you that, especially women, to trust your gut. And go with the feeling. That's usually the message. Trust your instincts. To trust your instincts, trust your guts, and trust those feelings. But sometimes I do wonder how to distinguish between wishful thinking and gut feeling, and it could be something else also. ഇനി എന്താണ് ഈ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, കൾമിനേറ്റിംഗ് ദിസ് പോയിന്റ് ദാറ്റ് എല്ലാം
ഒത്തു വരുന്നു എന്നുള്ളൊരു പോയിന്റാണ്. സോ നൗ വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ബിഗ് ഡ്രീം? My next big dream are a couple of performances that I have in mind. Maybe working on the same lines as Yakshi, not same lines in the sense of form or aesthetic, but working a bit more freely, sometimes breaking the form and sometimes within the form. But I do feel like now is the time I can create a performance, do whatever I feel like. I feel like I've liberated myself. What a wonderful thought. What a wonderful thought to leave this show with. Thanks so much for coming, Kapila. Pleasure. ഇരിഞ്ഞാലക്കുടയിൽ ഇവിടെ വരെ വന്നു. Thanks a lot and I really appreciate this gesture of yours. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം you made it happen. So thanks a lot. Thank you, Dhanya.